ഹലോ ഗൈസ്, ഇത്തവണ ഞങ്ങളുടെ വീട്ടിൽ പൊട്ടിച്ച പടക്കാണ് ഈ കാണുന്നത്. ആദ്യം ഇങ്ങനെ ആയിരുന്നേ, ഇനി പൊട്ടിച്ച് കഴിഞ്ഞിട്ടുള്ളത് ബാക്കി വരുന്നുണ്ടേ. ഇത് മയിലിൻ്റെ പടക്കമുണ്ട്, ഇങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. മയിലാകൂ ഇനി ഇങ്ങനത്തെ പടക്കം എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പിന്നെ കത്തിച്ചത്. ഇത് നല്ല രസമായിരുന്നു. മയിൽ പോലെ ഇങ്ങനെ മയിൽപ്പീല് പോലെ ഇങ്ങനെ പൊക്കത്തേക്ക് ഇങ്ങനെ അതിൻ്റെ പൊരി ഇങ്ങനെ വന്ന് വീഴും. നല്ല ഭംഗിയായിരുന്നു ഇത് ഈ പടക്കം. പിന്നെ ഓരോ പടക്കങ്ങളായിരുന്നു. പിന്നെ വെറൈറ്റി പടക്കങ്ങളുണ്ടായിരുന്നു. പകുതി എടുക്കാൻ പറ്റത്തില്ല, കാരണം വെറൈറ്റി ആയതുകൊണ്ട് എങ്ങോട്ടൊക്കെയാണ് പോയെന്ന് കാണാൻ പോലും പറ്റിയില്ല. അത് ചെറിയ തുമ്പി പോലത്തെ ഇരിക്കുന്ന പടക്കമൊക്കെ ഉണ്ടായിരുന്നു. അത് പോയ വഴി കാണാനില്ലായിരുന്നു, നേരെ എവിടേക്കോ പോയത്. ഇതുപോലത്തെ പടക്കമാണ് കൂടുതലും ഞങ്ങൾ മേടിച്ചത്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ സൈസിലെ പടക്കമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അച്ഛൻ ഇരിക്കുക, എല്ലാവരും നോക്കിച്ചിരിക്കുന്ന അച്ഛൻ്റെ കാശ് മൊത്തം പൊട്ടി തീരുവാണല്ലോ എന്നോർത്താണ് അച്ഛനെ കളിയാക്കുന്നതായി കണ്ടത്. പിന്നെ ഇത് ക്യാമറ പടക്കം നല്ല രസം, ഇങ്ങനെ ഫ്ലാഷ് അടിക്കുന്ന പോലെ ഇങ്ങനെ ബ്ലിം 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 അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് റോക്കറ്റ്, ഇത് അടിപൊളിയായിരുന്നു. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ആകെ കമ്പിത്തിരി കത്തിക്കാൻ മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ അമ്മ, നമ്മുടെ പോരാളി അങ്ങനെയല്ല കേട്ടോ. അമ്മ തുരുതുരാന്ന് മറ്റേ ഓലപ്പടക്കം ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അമ്മ വാഴയ്ക്കകത്ത് വെക്കുന്നു, ചെടിച്ചട്ടിക്കകത്ത് വെക്കുന്നു, അങ്ങനെ തന്നെ പൊട്ടിക്കുക. പിന്നെ അച്ഛൻ മാലപ്പടക്കം കൊണ്ട് നടക്കുന്നുണ്ട്, അത് വേറെ. പിന്നെ ഞങ്ങൾ ഡാൻസായി, കളിയായി, അടിപൊളിയായിരുന്നു. ലഡു അങ്ങനെ കമ്പിത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ട് കണ്ണനും. ഏറ്റവും അവസാനം ഞങ്ങളെല്ലാവരും ഡാൻസ് കളിച്ചു. അങ്ങനെ എൻജോയ് ചെയ്ത് ഈ വർഷത്തെ വിഷു അടിപൊളിയായിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ ആഘോഷിച്ചു. നിങ്ങളുടെ വിഷു എങ്ങനെയായിരുന്നു?